ജോസ് കെ മാണി വരുന്നത് മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മോൻസ് ജോസഫ് മനോരമ ന്യൂസോട്. ജോസ് നിലപാട് വ്യക്തമാക്കട്ടെ എന്നും അറിയിച്ചാൽ എതിരഭിപ്രായമില്ലെന്നും മോൻസ് പ്രതികരിച്ചു. ജോസ് കെ മാണി UDF-ലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ UDF-ൽ നടന്നിട്ടുണ്ടോ? UDF-ൽ നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. UDF-ൽ ഈ വിഷയം ഇത്തരം ഒരു സാഹചര്യങ്ങളുണ്ടെന്ന് ഇങ്ങനെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പാർട്ടി, കേരള കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ പാർട്ടികൾ അതേക്കുറിച്ച് UDF തലത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അതിനകത്തൊരു പൊതുവായ തീരുമാനം, അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം അവരുടെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങളാരും ഇപ്പോൾ എതിർപ്പിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും വരുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ. കേരള കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും UDF-ന്റെ വിപുലീകരണത്തിനും ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താനും ഒക്കെ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ UDF-ന് ഇപ്പോൾ ശക്തമായൊരു വിജയം ജനങ്ങൾ തന്നിട്ടുണ്ട്. ആ വിജയത്തെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ള നിലപാടുകൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അതെല്ലാവരും അംഗീകരിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കണം, പാർട്ടി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞു. UDF തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാതെ വളരെ മാന്യമായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്ന ഞങ്ങൾ നിൽക്കുന്നത് ടീം UDF. കേരള കോൺഗ്രസ് പറയട്ടെ, അവർ ടീം UDF കൂടാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ അന്നേരം ആലോചിച്ചാൽ മതിയല്ലോ. അല്ല, സങ്കടം പറഞ്ഞാൽ അന്നേരം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം എന്തിനാ പറയണേ? അതല്ലാതെ അന്തരീക്ഷത്തിൽ കിടന്ന് വട്ടം കറങ്ങി ബാർഗെയിനിങ് നടത്തി ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കാമെന്ന പരിപാടിയായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. അത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറയുന്നിടത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും. എന്തായാലും UDF-ൽ ഇത് സംബന്ധിച്ചുള്ളൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് നേതാവ് കൂടിയായിരിക്കുന്ന മോൻസ് ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.